നമസ്കാരം. ഏപ്രിൽ 19, 2026. ശുക്രൻ ഇടവം രാശിയിലേക്ക് സ്വക്ഷേത്ര പ്രവേശനത്തിന് ഒരുങ്ങുന്നുണ്ട്. ഒരു ഗ്രഹം സ്വക്ഷേത്ര രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കാരകത്വങ്ങൾ പൂർണ്ണ ശക്തിയിലായിരിക്കും പ്രകടമാകുന്നത്. ഈ സംക്രമണത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാവഫലങ്ങൾ നക്ഷത്രാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതെല്ലാം നക്ഷത്ര ജാതർക്ക് അനുകൂല ദശാസന്ധി വരുന്നു, ആർക്കൊക്കെ ശ്രദ്ധ വേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിസ്തരിച്ചൊന്ന് നോക്കാം. ഏതൊരു ഗോചരഫലവും ജന്മനക്ഷത്രം, ജന്മലഗ്നം, ദശാപഹാരം എന്നിവയുടെ അടിസ്ഥാനത്തിലേ പരിപൂർണമാവുകയുള്ളൂ. എന്നാലും പൊതുവായ ഗോചരത്തിൽ ഏറ്റവും പ്രബലമായ മാറ്റം അനുഭവപ്പെടുന്ന നക്ഷത്രക്കാർ ഇനി പറയാൻ പോകുന്നവരാണ്. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശി. ഇവിടെ ഇടവം രാശിക്കാർക്ക് അല്ലെങ്കിൽ ശുക്രൻ ലഗ്നാധിപനും ഷഷ്ടാധിപനുമാണ്. ലഗ്നത്തിൽ സ്വക്ഷേത്രസ്ഥനായി നിൽക്കുന്നത് മാളവി യോഗത്തിന് തുല്യമായ ഫലത്തെയായിരിക്കും നൽകുന്നത്. വ്യക്തിത്വത്തിന് പ്രഭാപൂർണമായ മാറ്റം, ശരീരകാന്തി, ആകർഷണ ശക്തി, സംസാരത്തിൽ വൈഭവം, ചാതുര്യം എന്നിവ വർദ്ധിക്കും. ഞാൻ എന്ന ഭാവം കൂടുതലായി ബലപ്പെടുന്നതായി തോന്നപ്പെടും. രണ്ടാം ഭാവമായ മിഥുനത്തെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വാക്കുകൊണ്ട് ധനലാഭം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനും നടത്തിക്കുവാനുമുള്ള ഭാഗ്യം വരും. കണ്ണിനും മുഖത്തിനും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തോന്നും. കല, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രം, വാഹനം, ഹോട്ടൽ, ഫിനാൻസ് എന്നീ മേഖലയിലുള്ളവർക്ക് ഉച്ചസ്ഥനായിട്ടുള്ള ഒരു വളർച്ച ഈ ഒരു സമയം ഉണ്ടാകും. ശുക്രദശ അല്ലെങ്കിൽ അന്തർദശ നടക്കുന്നവർ അഹങ്കാരത്തെ വന്നു ചേരാതിരിക്കാനായി സൂക്ഷിക്കണം. ഷഷ്ടാധിപത്യം കൂടിയുള്ളതിനാൽ തന്നെ രഹസ്യ ശത്രുക്കൾ ഉണ്ടാകാൻ ഈ ഒരു സമയത്ത് സാധ്യത കൂടുതലായിട്ടുണ്ട്. ഉത്രം, അത്തം, ചിത്തിര, കന്നിക്കൂറുകാര്. കന്നിരാശിക്ക് ശുക്രൻ ധനാധിപനും ഭാഗ്യാധിപനുമായിട്ട് വരും. ഭാഗ്യസ്ഥാനമായ 9 സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുന്നത് ധനഭാഗ്യ യോഗമാണ് നൽകുന്നത്. പിതാവ്, ഗുരു, പൂർവികർ എന്നിവ വഴി നേട്ടം, ദീർഘദൂര യാത്ര, തീർത്ഥാടനം എന്നിവയ്ക്ക് യോഗം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയ്ക്കും അനുകൂലമാണ്. ഭാഗ്യവും ധനവും ഒന്നിച്ചു പ്രവർത്തിക്കുന്നതായ ഒരു സമയമാണ്. ഓഹരി, ലോട്ടറി, നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നേട്ടം ഉണ്ടാകും. വിദേശ ബന്ധമുള്ള ജോലികൾ, കയറ്റുമതി, ഇറക്കുമതി മേഖലയിൽ ഒക്കെ ശോഭനമായ ഒരു കാലമായിരിക്കും 19-ാം തീയതി മുതൽ ആരംഭമാകുന്നത്. ഭാഗ്യം അമിതമായി പരീക്ഷിക്കരുത്. ഗുരുജനങ്ങളെ അനാദരിക്കുകയും അരുത് ഈ ഒരു സമയത്ത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. കുംഭം രാശി. കുംഭം രാശികൾക്ക് ശുക്രൻ സുഖാധിപനും ഭാഗ്യാധിപനുമാണ്. ചതുർത്ഥ കേന്ദ്രമായ സുഖസ്ഥാനത്ത് സ്വക്ഷേത്ര ബലമായി നിൽക്കുന്നുണ്ട്. ഗൃഹം, വാഹനം, ഭൂമി എന്നിവയുടെ യോഗം അതിശക്തമായി തന്നെ ഈ ഒരു സമയം ഉണ്ടാകും. ഗൃഹലാഭയോഗം, വാഹനയോഗം എന്നിവ ഫലത്തിൽ വരും. ഭവന നിർമ്മാണവും പുതുക്കിപ്പണിയൽ എന്നിവയ്ക്കും ഉത്തമമായ സമയം. മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. മാതാവിൽ നിന്ന് സ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ടാകും. മനസ്സിന് സ്വസ്ഥതയും സന്തോഷവും വന്നു ചേരും. റിയൽ എസ്റ്റേറ്റ്, വാഹനം, കാർഷികം, അഗ്രികൾച്ചർ, ഹോം ഡെക്കർ, ഇന്റീരിയർ ഡിസൈനിങ് എന്നീ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു സ്ഥിരത, സ്ഥാനക്കയറ്റം എന്നിവ വന്നു ചേരും. വസ്തു ഇടപാടിൽ രേഖാപരമായ സൂക്ഷ്മതയൊക്കെ ഈ ഒരു സമയത്ത് പാലിക്കേണ്ടതുണ്ട്. ചതുർത്ഥം കേന്ദ്രാധിപത്യ ദോഷം ഉള്ളതിനാൽ അമിത സുഖലോലുപത ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അമിതമായി ധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സുഖങ്ങൾക്കായി ചിലവഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. പുണർദം, പൂയം, ആയില്യം. കർക്കിടകത്തിന് ശുക്രൻ ലാഭാധിപനും സുഖാധിപനുമാണ്. ഏകാദശമായ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്രസ്ഥൻ. ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാലം. സർവാവിഷ്ട സിദ്ധിയോഗം. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുവാനുള്ള യോഗവും ഈ സമയത്ത് വന്നു ചേരും.
മൂത്ത സഹോദരൻ, സുഹൃത്തുക്കൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ വഴി വലിയ ധനലാഭവും ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. നെറ്റ്വർക്കിംഗ്, അതേപോലെ മീഡിയ, പബ്ലിക് റിലേഷൻസ്, കലാമേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്യുത്തമമായ വിജയം ഉണ്ടാകും. ലാഭം വരുമ്പോൾ ധൂർത്ത് ഒഴിവാക്കണം. ലാഭാധിപൻ പാപഗ്രഹ ദൃഷ്ടിയിൽപ്പെട്ടാൽ ചതി ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ സംക്രമണത്തിന് ആധാരമായ ശുക്രഗ്രഹത്തിന്റെ ജ്യോതിഷപരമായ തത്വം കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കാലപുരുഷ കുണ്ടലിയിൽ ശുക്രൻ 2ാം ഭാവമായ ഇടവത്തിലും 7ാം ഭാവമായ തുലാത്തിലും അധിപനാണ്. അപ്പോൾ ധനം, കുടുംബം, വാക്ക്, ഭക്ഷണം, മുഖം എന്നിവ 2ാം ഭാവകാരകത്വമാണ്. അപ്പോൾ കളത്രം, വ്യവഹാരം, വ്യാപാരം, ലോകജീവിതം എന്നിവ 7ാം ഭാവകാരത്വവും. അതുകൊണ്ട് തന്നെ ഐഹിക സുഖങ്ങളുടെ, ലൗകിക ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ മുഖ്യ കാരകനായിട്ട് വരും ശുക്രൻ. നവഗ്രഹങ്ങളിൽ ദൈത്യഗുരു എന്ന സ്ഥാനമാണ് ശുക്രാചാര്യർക്കുള്ളത്. അപ്പോൾ ശുക്രൻ സഞ്ജീവനി വിദ്യയുടെ അധിപൻ കൂടിയാണ്. അതായത് മരിച്ചവരെ പോലും പുനർജീവിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഇവിടെ സഞ്ജീവനി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാതകത്തിൽ ശുക്രൻ ബലവാനായാൽ ആയുർദോഷങ്ങൾ, രോഗാദി ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് തന്നെ രക്ഷയുണ്ടാകും. സൗന്ദര്യവും കലാവാസനയും, സംഗീതം, നൃത്തം, അഭിനയം, സുഗന്ധദ്രവ്യങ്ങൾ, വജ്രം, വെള്ളി, പട്ടുവസ്ത്രം, വാഹനം, സ്ത്രീസുഖം ഇവയുടെ എല്ലാം നൈസർഗിക കാരകൻ കൂടിയാണ് ശുക്രൻ. ഇപ്പോൾ നടക്കുന്ന സ്വക്ഷേത്ര സംക്രമണം എന്തുകൊണ്ട് ഇത്ര വിശേഷപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഗ്രഹം മൂലത്രികോണ രാശിയിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ അതിന്റെ ശുഭഫലങ്ങൾ 100% നൽകാൻ പ്രാപ്തനാകും. ശുക്രന് ഇടവം മൂലത്രികോണ രാശിയും സ്വക്ഷേത്രവുമാണ്. തുലാം സ്വക്ഷേത്രവും. അതിനാൽ ഏപ്രിൽ 19 മുതൽ മെയ് 13 വരെയുള്ള ഈ ഒരു മാസക്കാലം ശുക്രന്റെ പോസിറ്റീവ് എനർജി ഭൂമിയിൽ ഏറ്റവും ശക്തമായ തോതിലായിരിക്കും വിന്യാസപ്പെടുന്നത്. ആ ഒരു കാലഘട്ടം. അപ്പോൾ ശുക്രന്റെ അതിദേവത ഇന്ദ്രാണിയും പ്രത്യധിദേവത ഇന്ദ്രനുമായിട്ട് വരും. അപ്പോൾ ശുക്രപ്രീതിക്കായി വെള്ളിയാഴ്ച വ്രതം നോക്കുന്നതും, ദേവീക്ഷേത്രം ദർശനം ചെയ്യുന്നതും, വെളുത്ത വസ്ത്രം, വെളുത്ത പുഷ്പം, അരി, പഞ്ചസാര, നെയ്യ്, തൈര് എന്നിവയ്ക്ക് ദാനം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ശുക്രന്റെ ബീജമന്ത്രം ഓം ദ്രാം ദ്രീം ദ്രൗം സ ശുക്രായ നമഃ ഇതൊരു 108 തവണ ജപിക്കുന്നതും ഗുണകരമായി ഈ ഒരു സമയം ഭവിക്കും. അപ്പോൾ ഓർക്കുക, ജ്യോതിഷം ഒരു സൂചനാശാസ്ത്രം മാത്രമാണ്. ഗോചരം 25% മാത്രമേ ഫലത്തെ സ്വാധീനിക്കുകയുള്ളൂ. ബാക്കി 75% ജന്മജാതകവും ദശാപഹാരവും പ്രാരാബ്ധ കർമ്മവുമാണ്. അതുകൊണ്ട് ഗോചരഫലം അറിഞ്ഞു മുൻകരുതലുകൾ എടുക്കുക. അല്ലാതെ വീഡിയോയോ അല്ലെങ്കിൽ ഈ വിധിയെയോ ഒന്നും പഴിചാരിയിട്ട് കാര്യമില്ല. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വന്നു ഭവിക്കുന്നില്ല എന്ന് പഴിചാരാതിരിക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഏപ്രിൽ 19 ഈ ശുക്ര സംക്രമണം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും.